നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. ഫുജൈറയിലായിരുന്നു പ്രവാസികളുടെ ജീവൻ നഷ്ടപ്പെടാനുണ്ടായ അപകടം നടന്നത്. കണ്ണൂർ രാമന്തളി സ്വദേശി MNP ജലീൽ 43, പയ്യന്നൂർ പെരളം സ്വദേശി സുബൈർ 43 വയസ്സ് എന്നിവരാണ് മരിച്ചത്. മലീഹ റോഡിൽ ഇവർ സഞ്ചരിച്ച വാഹനം ടയർ പൊട്ടി മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ഫുജൈറയിൽ ഫാൻസി ഓർണമെന്റ്സ് ബിസിനസ് നടത്തി വരികയായിരുന്ന ഇരുവരും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ഇരുവരും മരണത്തിലും ഒരുമിച്ചപ്പോൾ അത് യുഎഇയിലെ പ്രവാസി സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷമായി പ്രവാസികളായ ഇരുവരും ഒന്നിച്ച് ബിസിനസ് നടത്തുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ഉച്ചയ്ക്ക് ഇവർ ഫുജൈറയിൽ നിന്ന് ദുബായിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം ഇരുവരുടെയും ജീവൻ കവർന്നെടുത്തത്. കഴിഞ്ഞ 16 വർഷമായി ഫുജൈറയിൽ താമസിക്കുന്ന ഇരുവരും കോസ്മെറ്റിക്, ഫാൻസി ജ്വല്ലറി നടത്തുകയും ഒമാനിലും യുഎഇയിലും ബിസിനസ് നടത്തുകയുമായിരുന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നു. പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതിനുള്ള ശ്രമം നടക്കുകയാണ്. അതുപോലെ ദുബായിൽ വ്യാഴാഴ്ച രാവിലെ ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ അൽ റാഷിദിയ ബ്രിഡ്ജിന് സമീപം 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. 5 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സവുമുണ്ടായി. 2 ട്രക്കുകളും 4 ചെറുവാഹനങ്ങളുമാണ് കൂട്ടിയിടിച്ചത്. ഒരു കാറിലെ ഡ്രൈവർക്ക് ജീവൻ നഷ്ടമായി. വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കാത്തതാണ് അപകട കാരണമായതെന്ന് പോലീസ് അറിയിച്ചു. ഒരു ട്രക്ക് അതിന് തൊട്ടു മുന്നിൽ പോവുകയായിരുന്ന ബസ്സിലാണ് ആദ്യം ഇടിച്ചത്. തുടർന്ന് നിയന്ത്രണം നഷ്ടമായി. സിമന്റും ഇഷ്ടികയും കയറ്റിയിരുന്ന മറ്റൊരു ട്രക്കുമായി മറ്റ് 4 വാഹനങ്ങളുമായും ഇടിച്ചു. അപകടത്തെ തുടർന്ന് റോഡിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായതായി ദുബായ് പോലീസ് ജനറൽ ട്രാഫിക് വിഭാഗം ഡയറക്ടർ മേജർ ജനറൽ സൈഫ് മുഹൈർ അൽ മസൂറു അറിയിച്ചു. അപകടം സംബന്ധിച്ച വിവരം കിട്ടിയപ്പോൾ തന്നെ പോലീസ്, പട്രോൾ സംഘങ്ങളും മറ്റ് വിഭാഗങ്ങളും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷിതമായ അകലം പാലിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്നതാണ് നിരവധി അപകടങ്ങൾക്ക് കാരണമാവുന്നതെന്നും ഈ വർഷം തുടക്കം മുതൽ ഇത്തരത്തിലുള്ള 538 അപകടങ്ങൾ ദുബായ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അൽ മസ്റൂഇ പറഞ്ഞു. 10 പേർക്ക് ഇത്തരം സംഭവങ്ങളിൽ ജീവൻ നഷ്ടമാവുകയും 367 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മതിയായ അകലം പാലിക്കാതെ വാഹനം ഓടിക്കുന്നതിന് ദുബായിൽ 400 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷ കിട്ടും.